നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു പ്രഖ്യാപനം വന്നപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ തീപ്പൊരി പ്രാസംഗികൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയത്. ഇടതുകോട്ടയായ കാസർഗോഡ് മണ്ഡലത്തിൽ ജനകീയനായ സതീഷ് ചന്ദ്രനെ തന്നെ ഇടതുപക്ഷം അവതരിപ്പിച്ചതോടെ കോൺഗ്രസ് നില പരുങ്ങലിലായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം തന്നെയാണ് ഇന്ന് ഉണ്ണിത്താൻ മണ്ഡലത്തിലെത്തിയപ്പോഴും കണ്ടത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉണ്ണിത്താനെ വലിയ ആവശ്യത്തോടുകൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ ഉണ്ണിത്താനെ കാല് നിലത്ത് തൊടും മുൻപ് തന്നെ പ്രവർത്തകർ തോളിലേറ്റിയാണ് ആവേശം പ്രകടിപ്പിച്ചത്. ഉണ്ണിത്താൻ എത്തുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ ആർപ്പ് വിളിച്ചും കണ്ണേ കരളെ ഉണ്ണിത്താനെ എന്ന മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പോലീസും റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരും വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ണിത്താനെ പുറത്തെത്തിച്ചത്. തോളിലേറ്റി ആർപ്പ് വിളിച്ചു സ്നേഹപ്രകടനം നടത്തുന്ന പ്രവർത്തകരെ കൈവീശി കാണിച്ചും അഭിവാദ്യം ചെയ്തുമാണ് ഉണ്ണിത്താൻ പ്രവർത്തകരുടെ സ്നേഹത്തിന് മറുപടി നൽകിയത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ കൊലപാതകത്തിന്റെ അലയൊലികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. CPM അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഉണ്ണിത്താന്റെ തീപ്പൊരി പ്രസംഗം കൂടിയാകുമ്പോൾ കാസർഗോഡ് വലിയ ചലനമുണ്ടാകുമെന്നും വിജയം അപ്രാപ്യമല്ലെന്നും UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. ഇവിടങ്ങളിൽ ഉൾപ്പെടെ ഉണ്ണിത്താൻ എത്തും. പെരിയയിൽ നിന്ന് തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആരംഭിക്കുക. ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കാസർഗോട്ടെ കോൺഗ്രസിലും UDFിലും അതിരുകവിഞ്ഞ ആവേശത്തിര ഇളക്കമാണ്. ചാനലുകളിൽ എതിരാളികളെ നിലം പരിശാക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോട്ട് ചരിത്രം മാറ്റിയെഴുതുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ UDF അണികൾ. മഞ്ചേശ്വരത്തുകാരനായ KPCC എക്സിക്യൂട്ടീവ് അംഗം സുഭയ്യ റായുടെ പേരായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യം ഉയർന്നു വന്നത്. എന്നാൽ സുഭയ്യ റായുടെ സ്വാധീനം മഞ്ചേശ്വരം, കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ ലഭ്യമാവൂ എന്ന തിരിച്ചറിവിലാണ് പ്രമുഖനായ രാജ്മോഹനെ മണ്ഡലത്തിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അടുത്തിടെ നാടിനെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകം വിഷയമാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനവിധി തേടാൻ ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് KPCC തന്നെ തീരുമാനിക്കുകയായിരുന്നു. അതിന് സർവ്വതാ യോഗ്യൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന വാഗ്മിയെ തന്നെയാണ് കാസർഗോഡിൽ ലഭിച്ചിരിക്കുന്നത്. എതിരാളികളെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നിലം പരിശാക്കുന്ന പ്രവർത്തന ശൈലി ഇനി കാസർഗോട്ടെ അംഗത്തിന് മാറ്റുകൂട്ടും. പതിവിലുപരി നാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് ഇനി കാസർഗോഡ് വേദിയാവുക. കാസർഗോട്ടെ ന്യൂജൻ യുവാക്കളെ വാക്ചാതുര്യം കൊണ്ട് വംശവതരാക്കാനാണ് ഉണ്ണിത്താൻ ശ്രമിക്കുക. ദക്ഷിണ കേരളീയനെങ്കിലും വടക്കേ മലബാറിൽ CPM കോട്ടയായ തലശ്ശേരിയിൽ പോരാടിയ ചരിത്രം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. 2006 CPMലെ കോടിയേരി ബാലകൃഷ്ണനോട് മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും മലബാറിലെ രാഷ്ട്രീയ ശൈലി നല്ലവണ്ണം ഗ്രഹിച്ച ഒരു ആളു തന്നെയാണ് ഉണ്ണിത്താൻ. സിറ്റിംഗ് MP ആയ P കരുണാകരൻ മത്സര രംഗത്തു നിന്നും മാറുകയും പകരം LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രനെ മത്സര രംഗത്തിറക്കുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഓരോ തവണയും CPM വിജയം ആവർത്തിച്ചുവെങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു വരുന്നതാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. 2004 1,82,056 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് P കരുണാകരൻ വിജയക്കൊടി നാട്ടിയത്. എന്നാൽ രണ്ടാം തവണ 2009 മത്സരിച്ചപ്പോൾ കരുണാകരന്റെ ഭൂരിപക്ഷം 64,427 കുറഞ്ഞു. കഴിഞ്ഞ തവണ കരുണാകരന്റെ ഭൂരിപക്ഷം 6,929 ഇടിഞ്ഞു. CPMന്റെ ഈ പഴയ കോട്ട തകർന്നതിന് സമമായിരുന്നു 2014 വിജയം. എന്നാൽ ഈ മണ്ഡലം വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തിരിച്ചു പിടിക്കാനാണ് സതീഷ് ചന്ദ്രനെ പോലുള്ള ജനപ്രിയ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ CPM ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ T സിദ്ദിഖായിരുന്നു കരുണാകരനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഇത്തവണ വർദ്ധിച്ചിരിക്കുകയാണ്. പ്രധാനമായും പെരിയ ഇരട്ട കൊലപാതകവും അതിൽ CPMനുള്ള പങ്കുമായിരിക്കും ഈ മണ്ഡലത്തിലെ ചർച്ചാ വിഷയം. സർവ്വ ആയുധങ്ങളും ഉപയോഗിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പടക്കളത്തിലിറങ്ങുമ്പോൾ UDF അണികൾക്കും ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്.